രാഹുൽ ഗാന്ധിയും സൽമാൻ ഖാനും എന്ന് ബാച്ചിലർ ലൈഫ് അവസാനിപ്പിക്കും? 2025 ജനപ്രിയ ചോദ്യമായത് ഇതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വർഷം, മാവോയിസ്റ്റുകളുടെ പുക കണ്ട കാലം, കരുത്തനായ മോദി, തളർന്ന് രാഹുൽ, കടന്നു പോകുന്നത് അഗ്നിപരീക്ഷകൾക്കിടയിലും ഭാരതം തിളങ്ങിയ 2025. അറിയാം ഇൻഡെപ്തിലൂടെ. ഓരോ വർഷവും അവസാനിക്കുമ്പോൾ അതിന്റെ വിവിധ സാധ്യതകൾ വെച്ച് ഫീച്ചറുകൾ തയ്യാറാക്കുന്ന പതിവുണ്ട് മാധ്യമങ്ങൾക്ക്. അത് വെച്ച് ടൈംസ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഒരു കുസൃതി ചോദ്യമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ അതിപ്പോൾ വൈറലുമാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അറിയാൻ ആഗ്രഹിച്ച ചോദ്യം ഏത് എന്നതിന് രാഹുൽ ഗാന്ധിയും സൽമാൻ ഖാനും എപ്പോൾ വിവാഹം കഴിക്കുമെന്നാണ് AI തെരഞ്ഞെടുത്തതെന്നാണ് ടൈംസിന്റെ ഫീച്ചർ പറയുന്നത്. ഒരു പക്ഷേ തമാശയായിരിക്കാം, പക്ഷേ സൽമാൻ ഖാൻ തന്റെ 60ാം ജന്മദിനത്തിലേക്ക് കടക്കുമ്പോഴും ആരാധകർക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഇതേ ചോദ്യം തന്നെയാണ്. 55 വയസ്സിലേക്ക് കടന്ന രാഹുൽ ഗാന്ധിയും ഈ ചോദ്യം പലയിടത്തും കേട്ടു. അത് വെച്ചുണ്ടാക്കിയ ഒരു സോഫ്റ്റ് സ്റ്റോറി ആകാം ഇതെങ്കിലും ഇത്തരം കാര്യങ്ങളെ എങ്ങനെ തമാശയായി കണ്ടുകൂടാ എന്ന് എഴുതുന്നവരുണ്ട്. ഇന്ത്യൻ മധ്യവർഗം അസാധാരണമാം വിധം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നും മ്യൂസിക്കും ക്രിക്കറ്റും സിനിമയും ഒന്നുമില്ലാതെ രാജ്യത്തിന്റെ ഗൗരവമേറിയ പ്രശ്നങ്ങളൊന്നും താല്പര്യമില്ലാത്തൊരു മധ്യവർഗം വളരുന്നുണ്ടെന്നും ഇവരാണ് മോദി ഭരണത്തിന്റെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് ചില സാമൂഹിക നിരീക്ഷകർ വിമർശിക്കാറുണ്ട്. പക്ഷേ തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. കാലത്തിലേക്ക് കടന്നാൽ ഇന്ത്യ അഗ്നിപരീക്ഷയിലൂടെ കടന്നുപോയ വർഷമാണ് 2025. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിന്റെ വക്കിലെത്തിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാക് ഭീകര താവളങ്ങൾ തകർക്കുകയും അതിന് പകരമായി പാക് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് എത്തുകയും അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്ത യുദ്ധസമാനമായ സാഹചര്യമുണ്ടായ വർഷം. ട്രംപിന്റെ താരിഫ് യുദ്ധമുണ്ടായ കാലം. പാകിസ്ഥാനിൽ നിന്നും എന്തിന് ബംഗ്ലാദേശിൽ നിന്ന് പോലും ഭീകരത കയറ്റുമതി ചെയ്യപ്പെട്ട കാലം. ഒരു പരിധിവരെ കെട്ടകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സമയത്ത് പോലും ഇന്ത്യ സാമ്പത്തികമായി പുരോഗമിച്ചു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിലയിൽ പ്രതിരോധിച്ചു. 2025 എന്ന് പറയുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക പഹൽഗാമിലെ ഭീകരാക്രമണവും അതിന് ഇന്ത്യയുടെ മധുര പ്രതികാരമായ ഓപ്പറേഷൻ സിന്ദൂറുമാണ്. ദേശസുരക്ഷയുടെ കാര്യത്തിൽ എടുത്ത നടപടികളിലൂടെ നരേന്ദ്രമോദി സർക്കാർ വിമർശകരുടെ പോലും പ്രശംസ നേടി. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടത് സമീപകാലത്ത് നാം നേരിട്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു. ഇതിന് മറുപടിയായി മെയ് 7-ന് ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ കരുത്ത് തെളിയിച്ചു. മെയ് 10 വരെ നീണ്ടുനിന്ന ഈ ദൗത്യത്തിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായാണ് പങ്കെടുത്തത്. അതിശക്തമായ ഈ മിന്നലാക്രമണത്തിൽ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർന്നു. ഈ സൈനിക നടപടിയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ ഗുരുതരമായി മാറുകയും അതിർത്തിയിൽ വലിയ തോതിലുള്ള വെടിവെപ്പ് അരങ്ങേറുകയും ചെയ്തു. ഇതോടെ യുദ്ധസമാനമായ സാഹചര്യമാണ് രാജ്യത്തുണ്ടായത്. 5 ദിവസത്തിനു ശേഷം പാകിസ്ഥാൻ വെടിനിർത്തൽ അഭ്യർത്ഥിച്ചതോടെയാണ് ഇന്ത്യ പിൻവാങ്ങിയത്. മെയ് 10-ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തി. ജൂലൈ മാസത്തിൽ നടന്ന സൈനിക നീക്കത്തിലൂടെ പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന സൈഫുള്ള ഖസൂരിയെ ഇന്ത്യൻ സൈന്യം വധിച്ചു. പക്ഷേ ഇപ്പോഴും ഭീഷണി അവസാനിച്ചിട്ടില്ല. ജെയ്ഷെ മുഹമ്മദിനടക്കം വീണ്ടും ഫണ്ട് നൽകി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയുടെ എതിരാളികളായ ഭീകരർ ലോകവ്യാപകമായി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന അവസ്ഥ കൂടിയുണ്ട്. കാനഡയുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് കാനഡ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. അതേസമയം ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ അയവ് വരികയും 5 വർഷത്തിനു ശേഷം ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുകയും തുടങ്ങുകയും ചെയ്തു. കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. അതുപോലെ മാവോയിസ്റ്റുകളുടെ പുക കണ്ട വർഷമാണ് കടന്നു പോകുന്നത്. നിരവധി പ്രമുഖ മാവോയിസ്റ്റ് നേതാക്കൾ ആയുധം വെച്ച് കീഴടങ്ങി. സർക്കാർ പാക്കേജ് അംഗീകരിച്ച് സമാധാനത്തിന്റെ പാതയിലെത്തി. ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് അടക്കമുള്ള ഞെട്ടിപ്പിക്കുന്ന ദൗത്യങ്ങൾ നടത്താൻ ഇന്ത്യൻ സേനയ്ക്കായി. ഛത്തീസ്ഗഡ്, തെലങ്കാന അതിർത്തിയിലെ കരകട്ടൂല കുന്നുകളിൽ ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. ഏപ്രിൽ 21-ന് ആരംഭിച്ച് 21 ദിവസത്തോളം നീണ്ടുന്ന ദൗത്യത്തിൽ 31 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. 100 കണക്കിന് IEDകളും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളിലൊന്ന് ഇതിനെ കണക്കാക്കുന്നു. ഇതിന് പിന്നാലെ സെപ്റ്റംബറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് സായുധ പോരാട്ടം നിർത്തിവെക്കാനും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും അറിയിച്ചു. ഒക്ടോബറിൽ ബിജാപൂർ ജില്ലയിൽ 103 മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനകൾക്ക് മുന്നിൽ കീഴടങ്ങി. ഇതിന് പിന്നാലെ പലയിടത്തും നിരവധി മാവോയിസ്റ്റുകൾ കീഴടങ്ങി. മുൻപ് പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗ് പറഞ്ഞത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റുകളാണ് എന്നാണ്. ഇപ്പോൾ അതിൽ നിന്നും മോചനം നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. മോദി സർക്കാരിന്റെ മറ്റൊരു നേട്ടം തന്നെയാണിത്.
തെരഞ്ഞെടുപ്പുകളിൽ ശരിക്കും പറഞ്ഞാൽ BJPയുടെ വർഷം തന്നെയായിരുന്നു 2025. ഡൽഹിയും ബീഹാറും പിടിച്ച് NDA എതിരില്ലാതെ മുന്നേറുകയാണ്. ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 70-ൽ 48 സീറ്റുകൾ നേടി BJP അധികാരത്തിൽ തിരിച്ചെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് സമാനമായി BJP 3-2 ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മിയെ നിലംപരിശാക്കിയത്. കെജ്രിവാളിനെ നിഷ്കാസനം ചെയ്ത് രേഖ ഗുപ്ത ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി. മറ്റൊരു പ്രധാന തെരഞ്ഞെടുപ്പ് പോരാട്ടം അരങ്ങേറിയത് ബീഹാറിലാണ്. ഭരണവിരുദ്ധ തരംഗത്തെ അതിജീവിച്ച് NDA 243-ൽ 202 സീറ്റുകൾ തൂത്തുവാരി. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയുമായി ചേർന്നുള്ള മുന്നണി ഭരണം കേന്ദ്രത്തിലെ സഖ്യകക്ഷി ഭരണത്തിന്റെ വിജയം സംസ്ഥാനത്തും ആവർത്തിച്ചു. ഈ ഫലം ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി. മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മഹായുതി സഖ്യം വലിയ മുന്നേറ്റം നടത്തി. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലൊഴികെ ശോകം അവസ്ഥയാണ്. ഈ വർഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. ഡൽഹിയിൽ അക്കൗണ്ട് പോലും തുറക്കാൻ കഴിയാത്തത് നാണക്കേടായി. ഏപ്രിലിൽ അഹമ്മദാബാദിൽ AICC സമ്മേളനം വിളിച്ചു ചേർത്ത് സംഘടനയെ താഴെത്തട്ട് മുതൽ കെട്ടിപ്പടുക്കണമെന്ന പഴയ മുദ്രാവാക്യങ്ങൾ തുടർന്നു. ഒന്നും ഫലവത്തായില്ല. ബീഹാറിൽ വെറും 6 സീറ്റുകൾ കൂടി തൃപ്തിപ്പെടേണ്ടി വന്നു. നിലവിൽ കേരളമാണ് കോൺഗ്രസിന് ആശ്വസിക്കാനുള്ള വക നൽകുന്നത്. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദി കൂടുതൽ കരുത്തനാവുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. ഇനി ബംഗാളിലാണ് മോദി അമിത്ഷാ സഖ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മമതയുടെ തൃണമൂൽ ഭരണത്തെ തൂത്തെറിയാൻ BJPക്ക് ആവുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭരണത്തിലെ പ്രശ്നങ്ങൾ മുതലെടുക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് കഴിയുന്നില്ല. മൊത്തത്തിലൊരു അനിശ്ചിതത്വമാണ് രാഹുലിനെ സംബന്ധിച്ചുള്ളത്. കേരളത്തിൽ 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF കാഴ്ചവെച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന ഇലക്ഷനിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളും ഭൂരിഭാഗം ത്രിതല പഞ്ചായത്തുകളും UDF നേടി. 40-50 വർഷം തങ്ങൾ ഭരിച്ച പല പഞ്ചായത്തുകളും നഷ്ടപ്പെടുന്നത് കണ്ട് LDF അന്തം വിട്ടു നിൽക്കുകയാണ്. BJP ആവട്ടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് LDFിൽ നിന്നും ഭരണം പിടിച്ച് ഞെട്ടിച്ചു. ഈ ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിലൊരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അത്ര വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും സീറ്റുകൾ ഇരട്ടിയോളമാക്കി തദ്ദേശത്തിൽ കരുത്തു തെളിയിക്കാൻ BJPക്കായി. കേരള രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റം കണ്ട വർഷം കൂടിയാണിത്. പിണറായി സത്തിന് ശക്തമായ തിരിച്ചടിയേറ്റ വർഷം. തൃക്കാക്കര തൊട്ട് പാലക്കാട് വരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും LDF തോറ്റു. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെയ്തികളോടുള്ള പ്രതിഷേധവും കേരളത്തിൽ ശക്തമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജനപ്രീതി ഉയർന്നു. ശശി തരൂരിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഏത് നിമിഷവും BJPയിൽ പോകുമെന്ന രീതിയിൽ നിൽക്കുന്നത് കോൺഗ്രസിനും ഭീഷണിയായിട്ടുണ്ട്. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഇന്ന് വളരുന്ന സാമ്പത്തിക ശക്തിയാണ്. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഭാരതം. പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി GDP 8.2% വളർന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ മികവാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും വാർത്തയാവുകയാണ്. 2025-ൽ കേന്ദ്ര സർക്കാർ നിരവധി സാമ്പത്തിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോയി. GST 2.0യും നികുതി പരിഷ്കാരങ്ങളും രാജ്യത്തെ വലിയൊരു വിഭാഗം വരുന്ന മധ്യവർഗത്തിന് ഏറെ ആശ്വാസം പകർന്നതായിരുന്നു. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയത് ഈ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരമായി മാറി. നികുതി സ്ലാബുകൾ ലഘൂകരിക്കാനും വ്യാപാരികൾക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത്. 5%, 18% എന്നിങ്ങനെ 2 ടയർ നികുതി ഘടന സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വന്നു. ഇതോടെ നിത്യോപയോഗ സാധനങ്ങൾ, ഓട്ടോമൊബൈൽ അടക്കം പല സാധനങ്ങൾക്കും വില കുറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ വിലക്കുറവ് ഉണ്ടാകുന്നത് എന്നോർക്കണം. കൂടാതെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രിപ്റ്റോ ഇടപാടുകൾക്ക് പുതിയ നികുതി നിയമങ്ങൾ കൊണ്ടുവരികയും ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ വായ്പ ഇളവുകൾ അനുവദിക്കുകയും ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പലപ്പോഴും വലിഞ്ഞു മുറുങ്ങിയ ഒരു വർഷം കൂടിയായിരുന്നു 2025. GST വിഹിതം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരുമായി പലതവണ ഏറ്റുമുട്ടി. എന്നാൽ ട്രംപിന്റെ അടക്കം താരിഫ് യുദ്ധം ഇന്ത്യയെ ബാധിച്ചു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തി. ഡിസംബറിൽ $1 91 രൂപ എന്ന നിലയിലേക്ക് മൂല്യം ഇടിഞ്ഞു. ഈ വർഷം ഏഷ്യയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസിയായി രൂപ മാറി. വ്യാപാര കമ്മിയും വിദേശ നിക്ഷേപങ്ങളുടെ പിൻവാങ്ങലുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമേരിക്കയുടെ താരിഫ് യുദ്ധം മറികടക്കാനായി ചൈനയുമായും റഷ്യയുമായും താരതമ്യേന നല്ല ബന്ധം ഇന്ത്യ പുലർത്തുന്നുണ്ട്. പുടിൻ, ഷീ ജിൻപിങ്, മോദി അച്ചുതണ്ട് എന്നാണ് ഇതിനെ ലോകമാധ്യമങ്ങൾ വിളിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോഴും ഇന്ത്യക്കുണ്ട്. ലഡാക്ക് അതിർത്തിയിലെ സൈനിക പിന്മാറ്റം സംബന്ധിച്ച ചില പുരോഗതികൾ ഉണ്ടായെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കുന്നത് വലിയ വെല്ലുവിളിയായി തുടർന്നു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും
ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച സാധാരണ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി. വർഷാവസാനം ഇന്ത്യയിലെത്തിയ പുടിനും ഊഷ്മള സ്വീകരണമാണ് മോദി നൽകിയത്. അതുകൊണ്ട് തന്നെ റഷ്യ, ചൈന, ഇന്ത്യ എന്നിവ നിയന്ത്രിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക ക്രമം ഉണ്ടാകുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ്, വഖഫ് ബില്ല്, ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം എന്നിവയെ ചൊല്ലി രാഷ്ട്രീയ പോരാട്ടം കണ്ട വർഷം കൂടിയാണിത്. ഇതിൽ വഖഫ് എന്ന കരിനിയമം മാറ്റാനുള്ള ശ്രമത്തിനും മോദി സർക്കാരിന് കയ്യടി കിട്ടി. ഏക സിവിൽ കോഡും എവിടെ എത്തിയിട്ടില്ല. 2025 ശീതകാല സമ്മേളനത്തിൽ സർക്കാർ കൊണ്ടുവന്ന സുപ്രധാനമായ ഒരു നിയമനിർമ്മാണ നീക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ആണവോർജ്ജ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭേദഗതിയായിരുന്നത്. രാജ്യത്തെ പ്രമുഖ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്ക് ചെറുകിട മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും അനുമതി നൽകുന്ന ഈ നീക്കം സാമ്പത്തിക വളർച്ചയുടെ പേരിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ഈ വർഷത്തെ പ്രധാന ഭരണപരമായ നീക്കമാണ്. 2026 നിലവിൽ വരാനിരിക്കുന്ന ഈ പരിഷ്കാരം വലിയൊരു വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. കൂടാതെ 70 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനുള്ള തീരുമാനം സാമൂഹികക്ഷേമ പദ്ധതികൾക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യം അടിവരയിട്ടു. മണിപ്പൂരിലെ വംശീയാതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്തതും രാജ്യത്തിന്റെ നൊമ്പരമാണ്. അതുപോലെ പൊതുവെ കാശ്മീർ ശാന്തമാണെങ്കിലും വീണ്ടും ഭീകരവാദികൾ തക്കം പാർത്തിരിക്കുകയാണ്. സ്ഥലങ്ങളുടെയും പദ്ധതികളുടെയും പേര് മാറ്റുന്നത് ഈ വർഷം സജീവമായി. ഉത്തരാഖണ്ഡിലെ നിരവധി സ്ഥലങ്ങളുടെ പേര് മാറ്റി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ എന്നാക്കിയത് വലിയ വിവാദമായി. രാഷ്ട്രപിതാവിന്റെ പേര് പോലും റദ്ദാക്കപ്പെടുന്ന ഇന്ത്യ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ത്യ പുരോഗതിയിലേക്ക് നയിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വർഷമാണെങ്കിലും ചില ആശങ്കകളുണ്ട്. അതിലേറ്റവും വലുതാണ് സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന അസഹിഷ്ണുത. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ആൾക്കൂട്ടം പാവങ്ങളെ തല്ലിക്കൊന്നതും ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നതും ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും വിലക്കുന്നതും ഉത്തരേന്ത്യയിൽ പലതവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. സംഘപരിവാർ ഫാസിസം എല്ലാ അർത്ഥത്തിലും പ്രായോഗികവൽക്കരിക്കപ്പെട്ട വർഷമായിരുന്നു എന്നാണ് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ പറയുന്നത്. ഒരു മതേതര രാജ്യം ഹിന്ദുരാഷ്ട്രമായി മാറുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഇന്ത്യൻ വംശജരും ലോകരാഷ്ട്രീയത്തിൽ തിളങ്ങിയ വർഷമായിരുന്നു കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രധാനം ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയാണ്. അമേരിക്കയിൽ മാത്രമല്ല ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട വിജയമായിരുന്നു ഇത്. ട്രംപിന്റെ ഫലസ്തീൻ ന്യൂനപക്ഷ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ തുറന്നെതിർത്ത മംദാനി താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ മംദാനിയുടെ വിജയം കേരളത്തിലെ ഇടതു സർക്കിളുകളിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. അതുപോലെയാണ് വിവേക് രാമസ്വാമി. ബയോടെക് ഫാർമ കമ്പനിയായ റോയ്വൻ സയൻസസിന്റെ സ്ഥാപകനായ വിവേക് US പ്രസിഡന്റ് ആകാനുള്ള ആഗ്രഹത്തിൽ സ്വന്തം സംസ്ഥാനമായ ഒഹായോയിൽ നിന്നും ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിലേക്ക് എത്തി. അതോടെ ട്രംപ് US നീതിന്യായ വകുപ്പിൽ സിവിൽ റൈറ്റ്സ് അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി നാമനിർദ്ദേശം ചെയ്ത ഹർമീത് കെ ധില്ലൻ ചണ്ഡീഗഡ് സ്വദേശിയാണ്. അതിനു മുൻപ് അവർ ആദ്യം ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട പൗരാവകാശ ഭരണഘടനാ നിയമ അഭിഭാഷകയായിരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് ഹർമീത് ധില്ലൻ കാലിഫോർണിയ, ഫ്ലോറിഡ, വിർജീനിയ, ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ ഓഫീസുകളിൽ ഒരു നിയമ പ്രാക്ടീഷണറായി ധില്ലൻ ലോ ഗ്രൂപ്പ് ഇൻകോർപ്പറേറ്റഡ് സ്ഥാപിച്ചിരുന്നു. സിൻസാൻറ്റി മേയറായി 2ാം തവണയും വിജയിച്ച അഫ്താഖ് പുരവേലിന്റെ കഥയും ആർക്കും പ്രചോദനമാണ്. ദക്ഷിണേന്ത്യൻ അഭയാർത്ഥി ക്യാമ്പിൽ വളർന്ന ടിബറ്റൻ അമ്മയുടെയും പഞ്ചാബി പിതാവിന്റെയും മകനാണ് അഫ്താഖ്. 2021 അദ്ദേഹം US നഗരത്തിലെ ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ മേയറായി. ഈ വർഷം വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഹർത്ത സഹോദരനായ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കോറി ബോമാനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഹൈദരാബാദിൽ ജനിച്ച ഗസാല ഹാഷ്മിയാണ് അമേരിക്കയിൽ വെന്നിക്കൊടി പാർച്ച മറ്റൊരു ഇന്ത്യൻ വംശജൻ. റിപ്പബ്ലിക്കൻ ജോൺ റീഡിനെ പരാജയപ്പെടുത്തിയാണ് ഹാഷ്മി വിർജീനിയയുടെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനതല സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം വനിതയായതിനാൽ അവരുടെ വിജയം വളരെ പ്രധാനപ്പെട്ടതായി. പൊതുവിദ്യാഭ്യാസം, വോട്ടവകാശം, ജനാധിപത്യ സംരക്ഷണം, പ്രത്യുൽപാദനം സ്വാതന്ത്ര്യം, തോക്കാക്രമണം തടയൽ, പരിസ്ഥിതി, പാർപ്പിടം, താങ്ങാനാവുന്ന ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂന്നിയായിരുന്നു അവരുടെ പ്രചരണം. അതേസമയം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന കുടിയേറ്റ വിരുദ്ധത ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ഭീഷണിയായി. എന്നാൽ മൊത്തത്തിൽ നോക്കിയാൽ ലോകമെമ്പാടും ഇന്ത്യക്കാർ പിടിച്ചു നിന്ന വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. ബംഗ്ലാദേശിൽ നിന്നടക്കം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പിടിയിൽ നിന്നും ഇന്ത്യ ഇപ്പോഴും മോചിതമല്ല. നാലുപാടും ശത്രുക്കളുണ്ട്. പ്രശ്നങ്ങളും പരാതികളും ധാരാളമുണ്ട്. എന്നാലും ഒരേ ദിവസം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്തു നോക്കുക. പാകിസ്ഥാൻ പട്ടിണി രാഷ്ട്രമാവുമ്പോൾ ഇന്ത്യ വളരുകയാണ്.